കൂടി ആരും പോവാത്തത്. അല്ലെങ്കിൽ ഓരോരോ മനുഷ്യന്മാർ ഇങ്ങോട്ട് വീട്ടിൽ കൂടി വരലും അങ്ങനെ. ഈ വീട്ടിലാണല്ലോ ആരുമില്ല. ആരെങ്കിലും ഇപ്പൊ ഈ വൈക്കുഴി വന്നെങ്കിൽ ഓരോട് കുറച്ചേലും സംസാരിക്കായിരുന്നു. ഇപ്പൊ ആരും വരുന്നില്ല. ആരോ കട വെച്ചത് എന്തൊക്കെ വർത്താനടി? നോമ്പ് തുറക്കണം കുറച്ചൊരു ഭാഗം കൊടുത്തിട്ടല്ലേ എന്തൊക്കെ വർത്താനം നല്ല വർത്താനം. നിങ്ങളെ വർത്താനം എന്റെ വർത്താനം സുഖം തന്നെയാണ്. അത് മക്കളടി മക്കൾ ഓർക്ക് ഇപ്പൊ എന്താ ഓർക്ക് ഇപ്പൊ പണി ഇതൊക്കെ കിട്ടിയപ്പോ നമ്മൾ അന്നും വേണ്ട അന്നത്തെ പോയ മാതിരിന്റെ പെണ്ണിന്റെ മക്കള് കാട്ടുന്നത്. ഇപ്പൊ മകനും മകളൊക്കെ ഇന്നിട്ട് പോയി. ഇപ്പൊ ഞാനിപ്പൊ പോയി. ഞാനിപ്പോ പേരക്കുട്ടിന്റെ കൊണ്ടിട്ട് പോയാണ് ഇപ്പൊ കൊടുക്കുക. എന്നോട് പറയാ നമ്മള് പൊന്നുപോലെ നോക്കണം മക്കള്. എത്ര കഷ്ടപ്പെട്ടിട്ടപ്പ നമ്മ മക്കളെ നോക്കണമെന്ന് അറിയണം. എന്റെ മാടിനെ ഞാനും അടക്കം വയ്ക്കാൻ പോയിട്ടു പാർത്ത പണിക്ക് പോയിട്ടു മക്കളെ നോക്ക് വലിയവരാക്കി മോള് പഠിച്ചു വലിയവരായപ്പോ നമ്മളൊക്കെ ഇട്ടിട്ട് പോയി. എന്താ പറയാ ഈ വീട്ടിൽ ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റാളോട് സംസാരിച്ച എല്ലാരും വിചാരിച്ച് ഒറ്റ സംസാരം വട്ടാണ് കേൾക്കൂല. ആരും ഇല്ല ഇവിടെ. എല്ലാരും ഇതിങ്ങളെ കാട്ടിയാ മതി. അനക്ക് വർത്താനം പറയാൻ ഒറ്റക്ക് വാടിയും എടുക്കൊന്നും വേണ്ട. എന്റെ പേരിൽ ഞാൻ ഒറ്റക്കാനും എന്റെ മാടി തന്നെ എന്റെ ഉമ്മാടെ പെരയ്ക്ക് നിസ്കാരുടെ പെരയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. ഒറ്റക്ക് വെള്ളം കിടക്കുടിക്കൊണ്ട് വേണ്ട. ആകെ ഒരു തന്തണ്ടായിരുന്നു. ആ തന്തേന് പോയി. ഇതിപ്പോ ആരുമില്ല. എത്ര പെറ്റ് വളർത്തിയ മക്കളാണ് ഇപ്പൊ ഈ കാലത്ത്. അവർക്ക് ഒരു ജോലി അവർക്ക് പഠിച്ചതിനപ്പോ നമ്മളൊന്നും വേണ്ട. ഒരു കാര്യത്തിന് മാത്രമുള്ളു വേണ്ട. ഇന്നത്തെ കാര്യത്തില് മക്കളൊക്കെ അങ്ങോട്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. വളർത്തുന്നേ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ തന്നാരും തള്ളാരും നമ്മളും ഇങ്ങോട്ട് വാ ഒറ്റ കുളിക്കും ഞാനും നമ്മളൊക്കെ വണ്ടി നമ്മുടെ തള്ളാരത്തേക്ക്. ഇപ്പൊ അങ്ങനെ മക്കൾ നമ്മ ഇങ്ങോട്ട് വിട്ടുമ്പോ മക്കൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോണം. ഇപ്പൊ അതൊന്നല്ല. കുട്ടികൾക്ക് ഇപ്പൊ 2000 ടോപ്പിയാണ്. എന്താ നിങ്ങൾക്ക് വാങ്ങുന്നത്? കുട്ടികൾ പറയണം പറയാ ഇത്തിരി ഫോണും വേണം, ഒരു വണ്ടിയും വേണം. നമ്മൾക്കുണ്ടായിരുന്നു നീരുമ്പോ അങ്ങനെയൊരു കൊണ്ടിട്ടുണ്ടല്ലോ. പട്ടിടപ്പേ എന്റെ പാപ്പും കഷ്ടപ്പെട്ടു കൂടെ പക്ഷെ മോളും കഷ്ടപ്പെട്ടു നമ്മൾ നോക്കണം. എന്നാലും നമ്മളങ്ങോട്ട് അന്ന് പറഞ്ഞതേ വഴി നമുക്ക് കേൾക്കും. ഇപ്പത്തെ മക്കളങ്ങനെ അതിന് പണ്ട് എങ്ങനെയോ പണ്ട് എല്ലാരും അമ്മമാരെല്ലാവരും ഒത്തിരുന്നിട്ട് നമ്മൾ എന്ത് തിന്നലും ഉണ്ടാക്കലും. ഇപ്പൊ എല്ലാവരും ഒരേമാതിരി സ്നേഹത്തോടെ തിന്നലും കുറിച്ചലും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നോമ്പായില്ലേ? ഇപ്പൊ ഈ കാലം നോമ്പല്ലേ? നോമ്പ് കാലത്ത് ഇപ്പൊ വേണ്ടാത്ത അമ്മമാരെന്നുണ്ടെങ്കില് ഓരോ ഒരു റൂമിൽ പോയി ഇങ്ങനെ തിന്ന, ഓരോ സന്തോഷത്തോടെ ഇങ്ങനെ തിന്ന, മക്കളെ എല്ലാരും ഇതൊന്നും കേട്ടണ്ട. അനക്കൊന്നും ഒറ്റക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി മഴ പെരയ്ക്ക് പോകണം. നമുക്ക് അവിടെ രണ്ടാക്കും ജാതി വേടല്ലാതെ സന്തോഷത്തോടെ നമുക്ക് അവിടെ കരുതാം. മക്കളാരും നമ്മൾ നോക്കൂല. നമ്മളെ പിന്നെ എന്തൊക്കെ എന്താ ലാഭമാണ് അവിടെ മണ്ടിയിട്ട് പോകും. എൻ്റെ മക്കളും കണ്ടില്ല. നോക്കാനും കുറ്റാനും ആരുമില്ല. അപ്പൊ നമ്മളൊക്കെ കൊണ്ടിടും.
ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും നാട്ടിൽ നടക്കണം. മറ്റു റബ്ബേ മറ്റു പോയതൊക്കെ പോയി സ്വർഗം കൊടുത്തോളും. നമ്മളെ വിധി എങ്ങനെയാവോ? നിങ്ങളെ മിന്നാന്ന് ആയിട്ട് കണ്ടില്ലേ എന്താ ഫോണിൽ വന്നത്? ഞാൻ ഫോണൊന്ന് നോക്കിയപ്പോ തന്നെ ഒരു കുട്ടി മരിച്ചത് തലക്കടിച്ചതൊക്കെ. ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനെ എന്തറിയോ? ഞാൻ പറഞ്ഞില്ലേ അവനോട്, ഞാൻ പറഞ്ഞില്ലേ വീഴുമ്പോ ഇപ്പത്തെ കാലത്ത് അങ്ങോട്ടാണ്. ഇപ്പൊ ഫോണും ഫോൺ എന്റെ കുന്നട്ടാണ് അങ്ങനെയാണ്. ഇപ്പത്തെ കുട്ടികൾക്ക് എന്താ എന്തും ചോദിച്ചാൽ ഫോണ് മക്കളെ പറഞ്ഞില്ല. അണ്ണനെയും തമ്മനെയും പറയണം. ഓലാണ് വാങ്ങിക്കൊടുക്കുന്നത്. ഞമ്മ മക്കളെ പണിക്കാരില്ല. എന്റെ മകൻ കണ്ടോ എന്റെ അടുത്ത് പോയി, എന്റെ മകളെന്റെ അടുത്ത് പോയി. ഞാൻ ആ പേരക്കൂടി കുറേ പ്രാവുണ്ട്. പട്ടതൊക്കെ കുറേ പ്രാവിന് മക്കൾ നോക്കാൻ ആളില്ലല്ലോ. ഞാൻ ഒരു കോളേജിലൊക്കെ പോയി ആ കുട്ടിയാണ് ഇപ്പൊ കുട്ടി കൊണ്ടാണ് എന്റെ കുട്ടിയാണ് തോന്നുന്ന സാധനം വായിച്ചിട്ടുണ്ട്. പുള്ളി കുപ്പായന് ഇപ്പൊ പെരുന്നാളാൻ വേണ്ടത്. അപ്പോൾ പുള്ളിന്റെ ആ കുട്ടിയല്ല മക്കളെ ഇപ്പത്തെ കാലം അങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോ 10 മാസം വരെ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് മക്കളെ വളർത്തതൊക്കെ കട്ടിയാണ് കുട്ടാൻ പറ്റും. അങ്ങനൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മക്ക് രണ്ടാക്കും നമുക്ക് ഇങ്ങനെ കാട്ടിക്കാട്ടോ. നമുക്ക് കൂടിയാൻ വേണ്ടി നമ്മളെ പെരേക്ക് വന്ന് പാത്രം കിട്ടോ. നീളുമ്പോ ഞാൻ പോകാട്ടോ. നിജം പോണോ നമ്മളെ പെരേക്ക് പോണോ കേട്ടോ. ഇപ്പത്തെ കാര്യട്ടോ ഞാൻ വന്നുണ്ടോ നോമ്പുറൊക്കെ കണ്ടിട്ട് വരുന്നുണ്ടോ. അപ്പൊ നമ്മളൊക്കെ അങ്ങോട്ട് തന്നെയല്ലേ കേട്ടോ. ഓള് നമ്മൾ നോക്കൂല. ഞാൻ പോകണേ. ഓട്ടോ വരുന്നുണ്ടോ.